തെമ്മാടിയാണ് ഫിറഔൻ. ആ ഫിറഔൻ പോലും പറഞ്ഞില്ലേ ആരാ ഫിറഔനെന്നറിയോ? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫിറഔനെ കുറിച്ച് പറയാൻ കാരണം അതിനേക്കാൾ വലിയ തെമ്മാടിയ ലോകം കണ്ടിട്ടില്ല. അല്ലാഹുവിനെ വിശ്വസിക്കണമെന്ന് കരീമുല്ലാഹി മൂസാ നബി പറഞ്ഞപ്പോ എന്നാൽ ആ പടച്ചറപ്പിനെ കൊന്നു ഞാൻ താഴെയിടുമെന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് പടച്ചറപ്പിനെ അമ്പെയ്തു കൊല്ലാൻ ഗോപുരം വളരാ മുഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ വഖാല ഫിർഔൻ യാ ഹാമാൻ ഇബ്നി ലി സർഹാ ലഅല്ലി അബ്ലുഗുൽ أسباب السماوات والأرض إلى إله موسى മന്ത്രിയായ ഹാമാനെ വിളിച്ചിട്ട് ആകാശത്തിലെ കമ്പരതുമ്പരിയായ ഒരു കോട്ട പണിതിട്ട് ആ കോട്ടയുടെ മുന്നിൽ കയറി നിന്ന് പടച്ചറപ്പിനെ കൊല്ലാൻ അമ്പെയ്ത് വീട്ടാൻ പോയ ഫറോവയേക്കാൾ വലിയ തെമ്മാടിയാരാ ഉള്ളത്? അതിനേക്കാൾ വലിയ തെമ്മാടിയാരാണുള്ളത്? ഞാൻ ഈ പറയുന്നത് ആരൊക്കെ വഴു പറഞ്ഞാലും പള്ളിക്കിലെ ഖത്തീബ് പറഞ്ഞാലും നിങ്ങൾ ഈ തെമ്മാടിത്തരത്തിൽ നിന്ന് പുറകോട്ടിൽ നിന്ന് പറഞ്ഞ ആധുനിക ലോകത്തിന്റെ അശ്ലീലതയുടെയും ആഭാസത്തിന്റെയും അനാവശ്യത്തിന്റെയും അസുരഭാവത്തോടെ നടന്നുപോയ ആധുനിക കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരോടാ പൊന്നുമോനെ എവിടം വരെ പോകാനാണ്? ഈ പ്രയാണം എവിടെ വരെയാ? ഈ വ്യഭിചാരം എവിടെ വരെയാ? നിന്നേക്കാൾ വലിയ തെമ്മാടിയായിരുന്നില്ല മോനെ ഫറോവ. ഞാനിത് പറയുന്നത് ഏത് സമൂഹത്തോടാണെന്നറിയോ? പാപത്തിന്റെ പേക്കൂട്ടുകാലത്താൽ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോ ആരുമില്ലാത്ത സമയത്ത് ജന്മം നൽകിയ 9 മാസവും 10 ദിവസവും ഗർഭാശയിൽ തന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മാനെ കരുത്തിനരിച്ചു കൊന്നതിന് ശേഷം ആ മരിച്ചു കിടക്കുന്ന മാതാവിന്റെ മൃതദേഹത്തെ മലത്തി കിടത്തിയിട്ട് തന്റെ കാമത്തിന്റെ പേക്കൂട്ട് മാതാവിന്റെ ജനത്തോട് കാണിച്ച ഇത് ലണ്ടനിലെ കഥയല്ല, ഇത് സാൻ ഫ്രാൻസിസ്കോയുടെ കഥയല്ല, ഇത് ഏതെങ്കിലും ആഫ്രിക്കന്റെ ഗ്രാമത്തിൽ നടന്നതല്ല. ഇന്ത്യ രാജ്യത്തിന്റെ കഥയാണെങ്കിൽ മാതൃദേവോ ഭവ മാതാവിനെ ദേവിയെ പോലെ കണക്കാക്കണമെന്ന് പറഞ്ഞ ഭാരതത്തിന്റെ മണ്ണിനാണ് മാതാവിനെ മലത്തി കിടത്തി മരിച്ചു കിടക്കുന്ന മാതാവിന്റെ പച്ച ശരീരത്തിൽ തനിക്ക് ചെഞ്ചുണ്ടുകൾ കൊണ്ട് മുത്തം തന്ന ചുണ്ടിലേക്ക് കാമത്തോടെ കടന്നു നിന്ന മകന്റെ നാട്ടില പ്രസംഗം നടത്തുന്നത്. എവിടെ മോനെയാ പോവുക? നിന്നേക്കാൾ വലിയ പരിപാടിയല്ലേ ഫറോവ? ആ ഫറോവയോട് മൂസാ നബി പല പ്രാവശ്യം പറഞ്ഞില്ലയോ ഫറോവ, ഓ ഫറോവ, അല്ലാഹുവിനെ വിശ്വസിക്കണേ, പടച്ചറപ്പിന്റെ പരലോകത്തിന് വിശ്വസിക്കണേ. എല്ലാം നിന്റെ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഗർഭന്റെ തട്ടിത്തകത്ത ഫറോവ അവസാനം നൈല് നദിയിൽ അവസാനം ചെങ്കടലിൽ മരിക്കാൻ പോകുമ്പോ അണ്ണാക്കിലേക്ക് ഉപ്പുവെള്ളം ഫറോവയുടെ അണ്ണാക്കിലേക്ക് ഉപ്പുവെള്ളം കയറി മരണത്തെ മുഖാമുഖം കണ്ടപ്പോ ആ സമയത്ത് ഫറോവ പോലും പറഞ്ഞ വാക്കെന്താ? ആമന്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായേൽ വിശ്വസിക്കുന്ന മൂസ പറഞ്ഞ അല്ലാഹുവിനെ ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്കിനി ജീവിതമില്ലല്ലോ. ചെങ്കടലിൽ മുങ്ങിത്താടാൻ പോയി മരണത്തെ മുങ്ങാമുഖം കാണുമ്പോ ഇസ്രായേലിനെ കണ്ടാൽ നിലവിളിച്ചിട്ട് പറയാത്തവൻ ആരാ ഉള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഏകാധിപതിയും മരിക്കുന്നതിന്